ഏറ്റവും വലിയ ക്യാഷ് അവാർഡുമായി ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം വീണ്ടും വരുന്നു. ഇത്തവണ 25 വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകും. ആകെ 7.5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. മലയാള ഭാഷയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് നൽകുന്നതാണ് ഭാഷാ കേസരി പുരസ്കാരം. ഇതിന് മാത്രം 5,01,000 രൂപയാണ് സമ്മാനത്തുക. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാര തുകയാണ് ഇത്. ഭാഷാ കേസരി പുരസ്കാരമൊഴികെ മറ്റെല്ലാം 35 വയസ്സിന് താഴെയുള്ള പ്രതിഭകൾക്കാണ്. വിദ്യാർത്ഥികളുടെ ഭാഷാപരമായ പ്രവർത്തനങ്ങൾ പരിഗണിക്കും. മികച്ച നോവലിസ്റ്റ്, മികച്ച തിരക്കഥാകൃത്ത്, മികച്ച കഥാകൃത്ത്, മികച്ച കവി, മികച്ച ഗാനരചയിതാവ്, മികച്ച ബാലസാഹിത്യകാരൻ എന്നിവയടക്കം ആകെ 25 പുരസ്കാരങ്ങൾ. സ്കൂൾ കോളേജ് തലത്തിലെ മികച്ച ഗ്രന്ഥകാരനടക്കം പുരസ്കാരങ്ങൾ നൽകും. മികച്ച സ്കൂൾ കോളേജ് മാഗസിൻ, മികച്ച സ്ഥാപന കമ്പനി തല മാഗസിൻ എന്നിവർക്കുമുണ്ട് സമ്മാനം. മലയാള സാഹിത്യത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന പുരസ്കാരമേളയാണ് ഇത്തവണത്തേതെന്ന് പ്രോജക്ട് ഇൻഡിവുഡ് സ്ഥാപക ചെയർമാനും ഏരീസ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സോഹൻ റോയ് പറഞ്ഞു. ഭാഷാ കേസരി പുരസ്കാരം ഇന്ന് മലയാള ഭാഷയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് സമഗ്രമായ സംഭാവന ഭാഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഇത്തവണ 25 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളും കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മലയാള ഭാഷയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ട് ആകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ തവണ ശ്രമിക്കുന്നത്. എല്ലാവരും ഇതിൽ പങ്കെടുക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ എഴുത്തുകാരിലേക്കും ഇതെത്തിക്കുക. മലയാള ഭാഷയ്ക്കായി മറ്റാരും നടത്താത്ത മേളയാണിതെന്ന് എഴുത്തുകാരനും കവിയുമായ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ. മലയാള ഭാഷയിൽ ഒരു പക്ഷേ ഇത്തരത്തിലൊരു പുരസ്കാര പരിപാടി മറ്റാരും നടത്തുന്നുള്ളതായി എനിക്കറിവില്ല. 25 വിഭാഗങ്ങളിലായി കൊടുക്കപ്പെടുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള പുരസ്കാരങ്ങൾ അത് ഇൻഡിവുഡിന്റെ മാത്രം ഒരു സംഭാവനയാണ്. ഇതിന്റെ പിന്നിൽ ഇതിന്റെ ഒരു ചാലകശക്തിയായിട്ടുള്ള ശ്രീ സോഹൽ റോയ് അദ്ദേഹത്തിന്റെ ഒരു ദർശനത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻഡിവുഡിന്റെ ഈ ഭാഷാ സേവന പരിപാടിക്ക് ഈ പുരസ്കാരത്തിലേക്ക് ഉള്ള നയിക്കുന്ന പ്രക്രിയയ്ക്കും എല്ലാം ഞാൻ എൻ്റെ ആദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങളും പിന്നെ അതിന്റെ എല്ലാ ആവുകങ്ങളും ഞാൻ നേരുകയാണ്. ജൂലൈ 31 മുൻപ് ഐക്കരക്കോണം പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, കക്കോട് PO, പുനലൂർ എന്ന വിലാസത്തിൽ രചനകൾ അയക്കണം. ന്യൂസ് ഡെസ്ക്, ജനം.